നിങ്ങൾ ഈ പ്രേതശല്യമുള്ള വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 1 വർഷവും 2 മാസമായിട്ട് ഞങ്ങൾ പ്രേതശല്യമുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചത്. അപ്പൊ ആ വീട്ടീന്ന് എന്ന് താമസം മാറുന്നോ ആ ഒരു മൊമെന്റിൽ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത്. പക്ഷെ ആ വീട്ടിൽ നിന്ന് മാറി ഒരു 10 ദിവസമായിട്ട് എനിക്ക് ഒരു വ്ലോഗ് പോലും ഇടാനുള്ള ഒരു ആഹ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് വ്ലോഗൊന്നും ഇടാനുള്ള ടൈമേ കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ആ ഒരു ഹൊറർ സ്റ്റോറി തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആഗ്രഹിച്ച് നമ്മൾ സന്തോഷമായിട്ടൊക്കെ തന്നെയാണ് വീടെടുത്തത്. എടുത്തു കഴിഞ്ഞിട്ടൊരു 2 ദിവസം കഴിഞ്ഞപ്പോ തൊട്ടേ അവിടെ ഓരോ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ ഇവര് അഡ്വാൻസ് ആയിട്ട് നമ്മളോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ആ വീട് വിലക്കെടുക്കാൻ ഒരുപാട് പേര് നടക്കുന്നത് കൊണ്ട് നിങ്ങള് റൂമേഴ്സ് ഒക്കെ കേൾക്കും. എന്താണ് ഏതാണെന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ നമുക്ക് അത്രയും ആ വീട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ അതിലൊന്നും വീഴത്തില്ല. പിന്നെ പൊതുവെ നമുക്ക് പ്രേതം എക്സ്പീരിയൻസ് ഒന്നും ഒരുപാട് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആണ്. നമുക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ വീട് എടുത്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ തൊട്ടേ അമ്മ കിടക്കുന്ന റൂമിൽ അമ്മയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതായത് ആരുടെയോ പ്രസൻസ് റൂമിൽ വേറെ ആരോ ഉള്ളത് പോലെ. ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിന്റെ തൊട്ട് ചേർന്ന് തന്നെ വേറെ ആരോ കിടക്കുന്നത് പോലെയൊക്കെ അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി.